ഹലോ, അഡ്ലസ്മിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, എന്നോട് കുറേ പേര് പറഞ്ഞു ഞങ്ങൾക്ക് സെൽഫായിട്ട് ഇമാജിൻ ചെയ്ത് വരയ്ക്കാൻ പറ്റുന്നില്ല. നോക്കി ഞങ്ങൾക്ക് വരയ്ക്കാൻ കുഴപ്പമില്ല, ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വരയ്ക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് സെൽഫ് ഐഡിയാസ് എങ്ങനെയാണ് പെയിൻറ്റിങ്ങിലേക്ക് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളെ വർക്കിലേക്ക് ഇംപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എങ്ങനെ നമ്മളെ സെൽഫ് പ്രിപ്പയർ ചെയ്യാം, ഒരു പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഐഡിയാസ് ആണ് ഇനീഷ്യലി വേണ്ടതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം വാട്ടർ കളർ പെയിൻറ്റിങ്സ് ടെക്നിക്സ്, അതേപോലെ കുറേ ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അറ്റ്ലീസ്റ്റ് എൻ്റെ പ്ലേലിസ്റ്റിൻ്റെ എന്തെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ പോയി കാണുക. പുതിയതായിട്ട് വന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച് ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ അടിച്ചെങ്കിലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമൻറ്റ്സ് ബിലോ ദ വീഡിയോസ്. അപ്പം എന്തായാലും ഞാൻ റിപ്ലൈ തരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫറൻസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് നമുക്ക് കുറച്ച് ഐഡിയാസ് വേണമല്ലോ, നമ്മൾ ഏത് എലിമെൻറ്റ്സ് ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ പെട്ടെന്ന് നമ്മളോട് ഒരു സാധനം ചെയ്യാൻ പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയൊക്കെയാണ് ഓരോ എലിമെൻറ്റ്സും വരാമെന്ന്. സപ്പോസ് നമ്മളിവിടെ എക്സാമ്പിളായിട്ട് ലാൻഡ്സ്കേപ്പാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പാണ് വരയ്ക്കേണ്ടത്, ഏതെങ്കിലും ഒരു സീനറിയാണ് നിങ്ങൾക്ക് വരയ്ക്കേണ്ടതെന്ന് വിചാരിക്കുക. നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഫസ്റ്റ് തിങ് ടു ഡു ഇസ് ഒബ്സർവ് ചെയ്യുക. നമ്മൾ പുറത്ത് പോകുമ്പോൾ അങ്ങനെ ജസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയാണെങ്കിലും ആരുടെ കൂടെ പോവുകയാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ നോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, എന്തൊക്കെയാണ് അതിനകത്തുള്ള ഫീച്ചേഴ്സൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ ഓക്കെ, ഇന്ന ഗ്രീനറി ആണുള്ളത്, ഇന്ന ഗ്രീൻ കളേഴ്സ് ആണുള്ളത്, അല്ലെങ്കിൽ ഇന്ന സ്കൈ ഒക്കെ ഈ പെർട്ടിക്കുലർ ബ്ലൂ ആണുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കണേ നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഓക്കെ എനിക്കിത് വരയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് സ്റ്റിൽസ് എടുത്ത് വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ ഏരിയ ആണ് വരയ്ക്കേണ്ടത്. അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പുറത്ത് പോയിട്ട് നമ്മൾ ആക്ച്വലി നമുക്ക് വരയ്ക്കാനുള്ള സാധനത്തിന് റിയൽ ആയിട്ട് കാണുക. അതായത് ഇപ്പോൾ റാദർ ഒരു നമ്മൾ കാണാത്തൊരു സ്ഥലത്തിൻ്റെ ഫോട്ടോ എടുത്ത് ചെയ്യുന്നതിലും കുറച്ചും കൂടി ഇതുണ്ടാവുക നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് അതിനെ റിയൽ ലൈഫ് കണ്ടു പഠിക്കുമ്പോഴാണ് അതിന് കുറച്ചും കൂടി ഇഫക്റ്റ് ഉണ്ടാവുക. അപ്പോൾ അടുത്ത ഓപ്ഷൻ തന്നെ, ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ അതിനെക്കൊണ്ട് നമുക്ക് എന്തായാലും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പഠിക്കുകയാണ്, സ്റ്റുഡൻ്റ് ആണ്, അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ എന്തായാലും ഉണ്ട്, നമ്മളെ ഗൂഗിൾ സെർച്ച്. അപ്പോൾ ഗൂഗിൾ സെർച്ചിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട എല്ലാ റേഞ്ച് ഓഫ് പിക്ചേഴ്സും ഇമേജസും ഗൂഗിൾ സെർച്ചിലുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ പോയിട്ട് ലാൻഡ്സ്കേപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് കുറേ ഇത് വരും. അപ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ചിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഏത് കളർ സ്കൈ ആണെന്ന് നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏത് മൗണ്ടെയിൻസ് എങ്ങനെയാണ് വരുന്നത്, മൗണ്ടെയിൻസിൻ്റെ റിഫ്ലക്ഷൻസ് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് വീട് വേണമെങ്കിൽ വീട് വരയ്ക്കാം. അപ്പോൾ നമുക്ക് കുറേ റെഫറൻസ് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ റെഫറൻസ് എല്ലാം ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മളേതായ കോമ്പിനേഷൻസ് എടുത്ത് ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ ഈ ഭാഗമാണ് ഇഷ്ടപ്പെട്ടത്, മറ്റേ ചിത്രത്തിൽ മറ്റേ ഏരിയയാണ് ഇഷ്ടപ്പെട്ടത്, അപ്പോൾ ഇത് രണ്ടും നമുക്ക് മേർജ് ചെയ്യുകയും ചെയ്യാം. പിന്നെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ റെഫറൻസ് ആയിട്ടാണ് എടുക്കുന്നത്, അല്ലാണ്ട് നമ്മൾ ആ പെയിൻറ്റിങ് റിക്രിയേറ്റ് ചെയ്യാനല്ല ഇവിടെ ശ്രമിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അത് റിക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്രിയേറ്റ് ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഇറ്റ്സ് അപ് ടു യു. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ്സ് റെഫർ ചെയ്യുക. അപ്പം അത് അത്ര ഇതാവില്ല, കാരണം നമുക്ക് കുറേ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡീറ്റെയിലിങ്ങിൻ്റെ ലെവലിലായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. അപ്പം കുറച്ച് ഡീറ്റെയിലിങ്സ് ഒക്കെ നമുക്ക് വേണ്ട ചിലപ്പോൾ മിസ്സുമായിരിക്കും, പക്ഷെ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ എന്താണ് ആർട്ടിസ്റ്റിന് വേണ്ടതെന്നുള്ള രീതിക്കായിരിക്കും പുള്ളി ചെയ്തിട്ടുണ്ടാവുക. അപ്പം പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് ഐഡിയാസ് ഒക്കെ കിട്ടും, എങ്ങനെയാണ് ഓരോന്നും ചെയ്തിരിക്കുന്നത്, കളർ കോമ്പിനേഷൻസ് ഒക്കെ എങ്ങനെയാണ് എടുത്തിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ കേസിലാണ്, നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, FB പേജ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് പോയിട്ട് നിങ്ങൾക്ക് സർവേ എല്ലാ പെയിൻറ്റിങ്സിൻ്റെയും മോസ്റ്റ് ഓഫ് ദി പെയിൻറ്റിങ്സിൻ്റെയും ഫോട്ടോസ് അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വീഡിയോയിൽ നിങ്ങൾക്ക് ഫോട്ടോ കിട്ടുന്നതിനെക്കാട്ടും അതിനകത്ത് നിങ്ങൾക്ക് ഫോട്ടോസ് കാണാം, റെഫർ ചെയ്യാം, ഏതൊക്കെ കളേഴ്സാണ് വന്നിരിക്കുന്നതെന്ന് കുറച്ചും കൂടി സൂം ചെയ്തിട്ടൊക്കെ നോക്കാം. ഓക്കെ, അതേപോലെ നിങ്ങൾ വേറൊരു ആർട്ടിസ്റ്റിൻ്റെ വർക്ക് എടുക്കുമ്പം അവരോട് പെർമിഷൻ ചോദിക്കുക. ചിലർക്കൊന്നും ഇഷ്ടാവില്ല, ചിലർക്ക് ഇഷ്ടാവാത്തതിൻ്റെ അല്ല, അവരുടെ വർക്ക് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമുക്കെല്ലാം ക്രെഡിറ്റ്സ് കിട്ടുന്നത്. അപ്പം അത് ശരിയില്ലാത്ത പരിപാടിയാണ്. സോ അതുകൊണ്ട് ജസ്റ്റ് അവരോട് പെർമിഷൻ ചോദിക്കുക. അതേപോലെ നമ്മൾ അവരുടെ വരച്ചെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ടാഗ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് മെൻഷൻ ചെയ്യുക ആ ആർട്ടിസ്റ്റാണ് ചെയ്തത്, അത് ഞാൻ റീക്രിയേറ്റ് ചെയ്തതാണെന്ന്. ആ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും സ്വയം ക്രെഡിറ്റ്സ് എടുക്കരുത്. ഓക്കെ, ഇനി നമ്മൾ നാലാമത്തെ ഓപ്ഷൻ റെഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പറയുന്നത് ഭയങ്കര റേറ്റ് ഉണ്ട്.
ബുക്ക്. ഓക്കെ, ഇത് വിഷ്വൽ ഡിക്ഷണറി എന്ന് പറയുന്ന ഒരു ബുക്കാണ്. പക്ഷെ ഒരുപാട് ചിത്രങ്ങൾ, ഭയങ്കര അടിപൊളി സാധനത്ത് കാണിച്ചു ഞാൻ പെയിൻറ്റിങ്സിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, കുറേ ചിത്രങ്ങളും റെഫറൻസുകളും. നമുക്ക് ഇത് പഴയ എല്ലാ ഓൾമോസ്റ്റ് ഇതിനകത്ത് വരേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം ഞാൻ കുറേ ഫീൽഡ്സ് കവർ ചെയ്തിട്ടുള്ള ബുക്കാണ്. അപ്പം ഇങ്ങനത്തെ അല്ല, ഇത് ബുക്കില്ലെങ്കിൽ വേറെ ബുക്കുകൾ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ബുക്കുകൾ റെഫർ ചെയ്യാം. നെറ്റ് ആക്സസിബിൾ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്സ് ആർ ബെസ്റ്റ് ഓപ്ഷൻസ്. അപ്പം ഇങ്ങനത്തെയൊക്കെ ബുക്സ് കുറച്ച് വെയിറ്റ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ഇങ്ങനത്തെയൊക്കെ ബുക്ക് കിട്ടിയാൽ അടിപൊളിയായിട്ട് ഭയങ്കര ഓരോ സബ്ജക്റ്റിനെയും അല്ലെങ്കിൽ ഓരോ ഒബ്ജക്റ്റിനെയും ഭയങ്കര ഒബ്സേർവ് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും ഭാഗങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഒരു ഇപ്പോൾ ഓരോന്നും കാര്യമായിട്ട് ഒബ്സേർവ് ചെയ്ത് അതിൻ്റെയൊക്കെ ഓരോ ഭാഗങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുന്ന സൈസ് ബുക്കുകളുണ്ട്. ഇപ്പോൾ ഈ കിളീനെ കണ്ട അതിൻ്റെ ഓരോ ഫീച്ചേഴ്സും ഇതിനകത്ത് ഭയങ്കര നല്ല ഫോട്ടോഗ്രാഫിലൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ റെഫറൻസ് ഒക്കെ സെറ്റ് ചെയ്ത് എങ്ങനെയാണ് റെഫറൻസ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് റെഫറൻസ് കിട്ടി കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇതിനകത്ത് കുറച്ച് എലിമെൻസിന് കമ്പൈൻ ചെയ്ത് വരയ്ക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു ഇമേജ് വേണമെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ആ കളറും കളർ കോമ്പിനേഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് റിക്രിയേറ്റ് ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ സ്വന്തമായിട്ട് പെയിൻറ്റ് ചെയ്യാനാണ് ശ്രമിക്കും. അപ്പോൾ നമ്മളിപ്പോൾ റെഫറൻസ് ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ചൂസിങ് ദ എലിമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ എലിമെൻറ്റ്സിനെ ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു പെയിൻറ്റിങ് ലാൻഡ്സ്കേപ്പ് ആണ് നമ്മൾ ചെയ്യുന്നത്. സ്കൈ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ലാൻഡിൻ്റെ ഭാഗമുണ്ട്. അപ്പോൾ സ്കൈ നമുക്ക് വേണമെങ്കിൽ നൈറ്റ് സ്കൈ ചെയ്യാം, അല്ലെങ്കിൽ ഡേ സ്കൈ ചെയ്യാം. ഏത് സ്കൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടമാണ്. അത് ഏത് കളർ സ്കൈ, ഏത് കളർ കോമ്പിനേഷൻസ്, റെഡ് വേണോ ഓറഞ്ച് വേണോ സൺസെറ്റ് വേണോ, ഇറ്റ് ഇസ് അപ് ടു അസ്. അപ്പോൾ നമ്മൾ റെഫറൻസ് കമ്പയർ ചെയ്യുക. ഓക്കെ ഫൈൻ, ഇങ്ങനെ റെഡ് സ്കൈൻ്റെ കളേഴ്സ് ഇങ്ങനെയൊക്കെ വരുമായിരിക്കും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഐഡിയാസ് ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സ്കൈ, കുറച്ച് മിക്സ് ആയിട്ട് കുറച്ച് ക്ലൗഡ്സ് ഒക്കെ ആയിട്ടുള്ള സ്കൈ വേണം, കുറച്ച് മൗണ്ടെയിൻസ് വേണം, അത് കഴിഞ്ഞ് താഴെ കുറച്ച് ട്രീസും വേണമെങ്കിൽ ഒരു ലേക്കും വേണമെന്ന് നമ്മൾ വിചാരിക്കണം. അപ്പോൾ ഇതിനുള്ള റെഫറൻസുകളൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, ഇന്നതാണ് സംഭവങ്ങളെന്ന്. അപ്പോൾ നമ്മൾ എലിമെൻറ്റ്സിനെ ഫൈനലൈസ് ചെയ്തു. എലിമെൻറ്റ്സിനെ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തേർഡ് കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ കളർ ചൂസ് ചെയ്യും. അതായത് നമുക്ക് ഏത് കളറുകളാണ് വേണ്ടത്, എന്തൊക്കെയാണ്. ഇപ്പം ഗ്രീൻ ട്രീസ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ കുറച്ചൊരു ഓട്ടം പോലത്തെ സ്പ്രിംഗ് സീസണിലൊക്കെ വരുന്ന പോലത്തെ കുറച്ച് ബ്രൗൺ ട്രീസ് ആണോ വേണ്ടത്, അതോ റെഡ് ആണോ എന്നൊക്കെ നമ്മൾ ഫൈനലൈസ് ചെയ്ത് മൊത്തത്തിൽ ആ പെയിൻറ്റിങ്ങിന് ഏതാണ് മാച്ച് ആവുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ എൻ്റെ ചോയ്സ് ആയിരിക്കില്ല നിങ്ങളെ ചോയ്സ്, നിങ്ങളെ ചോയ്സ് ആയിരിക്കില്ല എൻ്റെ ചോയ്സ്. അപ്പോൾ ചോയ്സ് ആൾക്കാരെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് വേരി ചെയ്യും. അപ്പോൾ കളർ കോമ്പിനേഷൻസ് ഏതൊക്കെയാണ് വൈബ്രൻ്റ് ആയിട്ട് വരുന്നത്, ബ്രൈറ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ചുകൂടി നല്ല ഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് ഐഡിയ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണുക. അപ്പം നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ഫൈനൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ റെഫറൻസ് ഉണ്ടാക്കി, റെഫറൻസ് ചെയ്തിട്ട് നമ്മൾ അതിന് എലിമെൻറ്റ്സ് ചൂസ് ചെയ്തു. എലിമെൻറ്റ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കളർ സെലക്ട് ചെയ്തു. കളർ സെലക്ട് ചെയ്ത് നമ്മൾ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ വരയ്ക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സ്കെച്ച് ഇടണം. അങ്ങനെ ഭയങ്കര ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുന്ന പെയിൻറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെയൊക്കെ ഔട്ട്ലൈൻസ് നമ്മൾ വരച്ച് വെക്കുക. അപ്പോൾ വാട്ടർ കളർ പെയിൻറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് വരയ്ക്കാം, കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതായിരിക്കും. അപ്പം ജസ്റ്റ് ഇതിൻ്റെയൊക്കെ ഒബ്ജക്റ്റുകളൊക്കെ ഇപ്പോൾ ഒരു മരം, വലിയൊരു മരം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ മരത്തിൻ്റെയൊക്കെ ജസ്റ്റ് ഔട്ട്ലൈൻ ഇട്ടേക്കുക. വെള്ളം പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ 2 ബൗണ്ടറീസ് ജസ്റ്റ് വരച്ച് വെക്കുക. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു റഫ് സ്കെച്ച് റെഡിയാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി വാട്ടർ കളർ പെയിൻറ്റിങ്സിൻ്റെയും ആക്രിലിക് പെയിൻറ്റിങ്സിൻ്റെ ഒക്കെ ബേസിക്സും ടെക്നിക്സും ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ട് പഠിച്ചിട്ട് ബാക്കി പെയിൻറ്റിങ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ സ്ഥിരം വ്യൂവേഴ്സിന് ഏകദേശം എങ്ങനെയാണ് ഒരു ഐഡിയ ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ബാക്കി പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ആക്ച്വലി ഇഫക്റ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ സ്വയം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു പെയിൻറ്റിങ് കമ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഐഡിയാസ് ഒക്കെ ഇട്ടിട്ട് ഒരു പെയിൻറ്റിങ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ചെയ്തിട്ട് എനിക്ക് മെയിൽ ചെയ്യുക. പെയിൻറ്റിങ്സ് ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അയച്ചു തരിക. ഐ എം റിയലി ഹാപ്പി ടു സീ ദം. ഞാൻ വെറുതെ തമാശ അറിയല്ല, നിങ്ങൾ അയച്ചു തരുന്നുണ്ട്, ഞാൻ എല്ലാം നോക്കുന്നുണ്ട്. നോക്കി അതിനകത്ത് എന്തെങ്കിലും എനിക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അത് എന്തായാലും ചെയ്ത് നിങ്ങൾക്ക് റിപ്ലൈ തരും. മാക്സിമം സ്പീഡിൽ ഞാൻ ചെയ്യും. ചില സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റാറില്ല, പക്ഷേ എന്നാലും മാക്സിമം ഞാൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അയച്ചു തരണമെന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ട് എന്നുണ്ടെങ്കിൽ
പ്ലീസ് ഫീൽ ഫ്രീ ടു കമൻറ്റ്സ് ബില്ലോ. അതേപോലെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് അവർക്കും ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. നമ്മൾ കൂടുതൽ ആൾക്കാരെയും പെയിൻറ്റിങ് പഠിപ്പിക്കണം അല്ലെങ്കിൽ വരയ്ക്കാൻ അറിയണം പഠിപ്പിക്കണം എന്നുള്ളൊരു ഇതിൽ ഇറങ്ങി തിരിച്ചതാണ്. സോ അതുകൊണ്ട് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ.